ബാക്ക് ടു Creotopi. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ലേഔട്ടാണ്. അപ്പോൾ നമ്മൾ ഫിഗ്മ ടൂൾ ഇതിനു മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ ഞാൻ ലിങ്ക് ടോപ്പ് കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി അവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഓട്ടോ ലേഔട്ട് എങ്ങനെ നമുക്ക് ഫിഗ്മയിൽ ചെയ്യാം, കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ഓട്ടോ ലേഔട്ട് എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, എന്തൊക്കെ കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫിഗ്മയിൽ നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ഫിഗ്മാൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് ഞാൻ ഒരു ഷെയർ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് എഴുതി. ഓക്കെ, ഷെയർ. ഓക്കെ, സോ ഷെയർ എന്ന് ഞാൻ എഴുതിയതിന് ശേഷം നമുക്ക് ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് എ ലെറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫ്രെയിം എന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഫ്രെയിം ആക്കി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രെയിമിന് ഒബ്ജക്റ്റിനും അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനും നമുക്ക് എന്താക്കാം, ഫ്രെയിം സെറ്റ് ചെയ്യാൻ പറ്റും ഫിഗ്മയിൽ. അപ്പോൾ ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രെയിമിന് ഫിൽ കളർ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ വൈറ്റ് കളർ അപ്ലൈ ചെയ്തു, അതിന് നമുക്ക് ബോർഡർ റേഡിയസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു നോർമലി ബട്ടൻ്റെ ഒരു ഷേപ്പായില്ലേ, ഇപ്പോൾ ബട്ടൻ്റെ ഒരു ഷേപ്പ് ആയിട്ടുണ്ട്. അപ്പം എന്താ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്ന ഓട്ടോ ലേഔട്ട് കോൺസെപ്റ്റിലാണ് വരയ്ക്കുന്നത്. അപ്പം ഇതിൽ തന്നെ നമുക്കിപ്പോൾ കണ്ടോ, ഇത് വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ലേഔട്ട് വർക്കാവും. ഇനിയിപ്പോൾ ഇതിലെ ടെക്സ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. ഷെയർ ടു പ്രൊഫൈലിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഓട്ടോ ലേഔട്ട് സിസ്റ്റമാണ് ഇവിടെ വർക്കൗട്ട് ആകുന്നത്. അപ്പം അതാണ് ഒരു ഓട്ടോ ലേഔട്ടിൻ്റെ ഒരു കോൺസെപ്റ്റ് ഫിഗ്മയിൽ. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചുറ്റും ഒരു പാഡിങ് കാണാം അല്ലേ നിങ്ങൾക്ക്, ആ പാഡിങ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ കാണാം പാഡിങ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫ്രെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 10px ആണ് പാഡിങ്. അതായത് ചുറ്റും നമുക്ക്, അതായത് അറൗണ്ട് 4 സൈഡിൽ നമുക്ക് 10px ആണ് പാഡിങ്. ഇത് 5 ആക്കി കഴിഞ്ഞാൽ കണ്ടോ 5 ആയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് ഓട്ടോ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഉള്ളിൽ എഴുതുന്ന കണ്ടൻറ്റിനനുസരിച്ചിട്ട് നമുക്ക് 10px പാഡിങ്ങിൽ ഓട്ടോ റീസൈസബിളാണ് ബോക്സ്. ഓക്കെ, അപ്പം അതാണ് ഒരു ഫ്രെയിമിൻ്റെ ഒരു ബെനിഫിറ്റ്, അതായത് ഓട്ടോ ലേഔട്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ബട്ടണൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇതുപോലെ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രെയിമായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം ഇതാണ്, നമുക്ക് നമ്മളുടെ ടെക്സ്റ്റിൻ്റെ കളറ് വൈറ്റ് ആക്കാം. അപ്പോൾ ഒരു ബട്ടൻ്റെ ഫീല് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം സെയിം ടൈമിൽ നമുക്ക് ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് ഇപ്പോൾ 2 എലമെൻറ്റ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ 2 ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്പേസിങ് വരെ നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഈ 10px ആണ് ഈ ഒരു ടെക്സ്റ്റും ഈ ഒരു ടെക്സ്റ്റും തമ്മിലുള്ള ഗ്യാപ്പ്. അപ്പം ഞാനിത് ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 ആക്കി കഴിഞ്ഞാൽ കണ്ടോ അതിൻ്റെ ഗ്യാപ്പാണ് അതിൽ പറയുന്നത്. ഇതിപ്പോൾ ഞാനൊരു 35 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഗ്യാപ്പ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഈ ഫ്രെയിം ഓട്ടോ ലേഔട്ട് സിസ്റ്റം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഇതിൽ തന്നെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഈ ഫ്രെയിമിൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അലൈൻമെൻറ്റ് ഓപ്ഷനാണിത്, അതായത് അലൈൻമെൻറ്റ് ആൻഡ് പാഡിങ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് അലൈൻമെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അലൈൻമെൻറ്റ് ഉണ്ട്. കണ്ടോ, നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ബോട്ടം സെൻറ്ററൊക്കെ അലൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെ റീസൈസിങ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോ ലേഔട്ട് ഫിഗ്മയിൽ യൂസ് ചെയ്യുന്നത്. ഇനിയും നമുക്കൊരു ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾസ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജസ്റ്റ് ഒരു ലിസ്റ്റിങ് ചെയ്യാം. അപ്പോൾ ലിസ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ലേഔട്ടിൻ്റെ ആ ഒരു യൂസേജ് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാൻ പോകും. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഞാൻ എന്താക്കി ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ ഹെഡിങ് കൊടുത്തു യൂസേഴ്സ്. അപ്പോൾ യൂസേഴ്സ് എല്ലാത്തിനെയും നമ്മൾ ഫ്രെയിം ആക്കുക, അതായത് ഷിഫ്റ്റ് പ്രസ് എ ലെറ്റർ അടിക്കുക, ഫ്രെയിമായി. അതിനുശേഷം നമുക്ക് ഒരു സൈഡിൽ നമുക്ക് കുറച്ച് ഫിൽറ്റർ വേണം. അപ്പം ഞാൻ ഒരു സൈഡിലായിട്ട്
ഞാൻ ഫിൽറ്റർ ഒന്ന് ആഡ് ചെയ്തു. ഓക്കെ, ഫിൽറ്റർ ആഡ് ചെയ്തു. ഫിൽറ്റർ നമ്മൾ ടെക്സ്റ്റൊക്കെ കറക്റ്റ് എന്താ പറയുക ക്യാപിറ്റലൈസ് മോഡിലാക്കി, ക്യാപിറ്റലൈസ് ഫിൽറ്റർ. ഓക്കെ, ഫോണ്ട് റെഗുലർ ഫോണ്ട് മതി. ഒരു 4px ഒപ്പാസിറ്റി ഒക്കെ കുറച്ചു. ഇതിനെ ഞാൻ എന്താക്കി ഫ്രെയിമാക്കി. ഓക്കെ, ഫ്രെയിം ആക്കിയിട്ടുണ്ട്. ഇതും ഫ്രെയിമാണ്, ഇതും ഫ്രെയിമാണ്, 2 ഫ്രെയിമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എനിക്കിപ്പോൾ ഒരു ഐക്കൺ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനൊരു ഐക്കൺ ആഡ് ചെയ്യാൻ പോകണം. അപ്പം നമുക്ക് എന്താക്കാം, പ്ലഗിൻ യൂസ് ചെയ്യാണ്, മെറ്റീരിയൽ ഐക്കൺസ് യൂസ് ചെയ്യാണ്, ഫിൽറ്ററിൻ്റെ ഐക്കൺസ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഫിൽറ്റർ. ഓക്കെ, ഈ ഒരു ഐക്കൺ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഈ ഒരു ഐക്കൺ മതി. ഞാൻ ഐക്കൺസ് മാത്രം എടുത്തിട്ട് അതിൻ്റെ ഫ്രെയിം ഒഴിവാക്കാണ്. ഇതിനെ ഞാൻ ഫ്രെയിം ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം 3 ഫ്രെയിമുണ്ട്. അപ്പം നമ്മൾ എന്തും ആഡ് ചെയ്യുമ്പോൾ ഫ്രെയിം ആക്കുക, ഫ്രെയിം ആക്കിയിട്ട് യൂസ് ചെയ്യാം. അപ്പം ഓക്കെയാണ്, ഇത് ഫ്രെയിമാണ്, ഇത് ഫ്രെയിമാണ്. ഓക്കെ, ഇനി ഇത് ഞാൻ ഓൾ സെലക്ട് ചെയ്തിട്ട് എല്ലാം ഞാൻ ഒറ്റൊരു ഫ്രെയിം ആക്കാൻ പോവാണ്. എല്ലാം, അതായത് 3ഉം ഒരു ഫ്രെയിം ആക്കുക. ഓക്കെ, 3ഉം കൂടി ഒരു ഫ്രെയിം ആക്കി. അപ്പം 3ഉം ഒരു ഫ്രെയിം ആക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ, ഇതും അങ്ങനെ ആയിട്ട് 3ആയിട്ടാണ് വന്നത്. അപ്പം അതിന് പകരം നമ്മൾ ഇത് രണ്ടും ഒരു ഫ്രെയിം ആക്കുക. അതിനുശേഷം ഇതും ഒരു ഫ്രെയിം ആക്കുക. ഓക്കെ, അങ്ങനെ ആക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിന് നമുക്കിതിൽ 3 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ 3 ഐറ്റംസും ഡിഫറെൻറ്റ് ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അലൈൻമെൻറ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് സെൻറ്റർ ആക്കാം. അപ്പം 3 ഇപ്പോൾ സെൻറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫ്രെയിമിന് കളർ കൊടുക്കാം, വൈറ്റ് ഫില്ല് ചെയ്യാം. ഇതിനിപ്പം പാഡിങ് കൊടുക്കാം. അപ്പോൾ ഇത് തമ്മിലുള്ള ഗ്യാപ്പാണ് കാണുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു സാധനം ചെറുതാക്കി കഴിഞ്ഞാൽ കണ്ടോ, അതായത് ഉള്ളിലുള്ള ബോക്സാണ് ചെറുതാവുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ ഫ്രെയിം യൂസ് ചെയ്തതിന് ശേഷം ഇതിൽ നിങ്ങൾക്ക് കാണാം പാക്ക്ഡ് കാണാം. അപ്പോൾ പാക്ക്ഡ് മോഡിലാണ് ഉള്ളത്. അത് നിങ്ങൾക്ക് സ്പേസ് ബിറ്റ്വീൻ ആക്കുക. അതായത് നമ്മൾ HTML ഒക്കെ ചെയ്യുമ്പോൾ ഫ്ലെക്സ് ഓപ്ഷനിൽ നമുക്ക് സ്പേസ് ബിറ്റ്വീൻ കാണാം. അതായത് ലെഫ്റ്റും റൈറ്റും അലൈനായിട്ട് അതിനനുസരിച്ച് ഓട്ടോ റീസൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയാണ് ഈ സ്പേസ് ബിറ്റ്വീൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്രെയിം സെലക്ട് ചെയ്തതിന് ചെറുതാക്കി കഴിഞ്ഞാൽ കണ്ടോ, ലെഫ്റ്റും റൈറ്റും അതായത് ഓട്ടോ അഡ്ജസ്റ്റബിൾ ആയിട്ട് വർക്ക് ചെയ്തോളൂ. അപ്പം അത് വളരെ ഒരു യൂസ്ഫുള്ളായിരിക്കും നമുക്ക് ലിസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറക്കാം. ഇതൊരു 0px കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇതിൻ്റെ സൈസ് വേണം കുറച്ച് കുറക്കാം. കണ്ടോ, സൈസൊക്കെ കുറക്കുന്നതിനനുസരിച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കലി അലൈൻ ആവുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പം ഇതെടുത്തിട്ട് നമ്മൾ സെൻറ്റർ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അപ്പോൾ കുറേയധികം പണി കുറഞ്ഞു കിട്ടും. അപ്പം പാഡിങ് നമുക്ക് വേണമെങ്കിൽ 0 ആക്കാം. ഇതിൻ്റെ പാഡിങ് 0 ആക്കാം. അതായത് അതുപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലെ ഇതിൻ്റെ പാഡിങ്ങും 0 കൊടുക്കുകയാണ്. 0 കൊടുത്തു. അതുപോലെ ഇതിനും 0 കൊടുത്തു. ഇതിന് നമ്മൾ മെയിൻ ഫ്രെയിമിന് പാഡിങ് കൊടുക്കുക. അപ്പോൾ മെയിൻ ഫ്രെയിമിന് പാഡിങ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം നമുക്ക് ഈക്വലായിട്ട് നമുക്ക് അക്രോസ് ഓൾ കണ്ടോ പാഡിങ് കിട്ടും. അപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടോ കറക്റ്റായിട്ട് വർക്കാവും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ലിസ്റ്റ് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ ഇതേപോലെ തന്നെ ഞാനൊരു സർക്കിൾ വരയ്ക്കുക. യൂസറിൻ്റെ ലിസ്റ്റാണ്. അപ്പോൾ ഒരു സർക്കിൾ വരച്ചു. സർക്കിളിൽ ഞാൻ ഇമേജ് ഫില്ല് ചെയ്യാണ്. നമുക്ക് പ്ലഗിൻ യൂസ് ചെയ്യാം. പ്ലഗിനിൽ UI ഫേസ് യൂസ് ചെയ്യാണ് ഞാൻ. UI ഫേസിൽ ഓക്കെ മെയിൽ യൂസ് ചെയ്യാം. അപ്ലൈ അവതാർ ഒരു UI ഫേസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് കുറച്ച് നെയിം ടൈപ്പ് ചെയ്യാം. തോമസ് മില്ലർ. ഓക്കെ, റാൻഡം നെയിം കൊടുക്കാം നമുക്ക്. ഒരു ഓക്കെ 12px കിടക്കട്ടെ. 12px. അതിനുശേഷം അയാളുടെ ഡെസിഗ്നേഷനും കൂടി ആഡ് ചെയ്യാം. UI UX ഡിസൈനർ. ഓക്കെ, ഇതിൻ്റെ സൈസ് ഞാൻ കുറച്ച് കുറക്കാണ്. ഒരു 6 ഒക്കെ മതി. ഒരു 8 കൊടുക്കാം നമുക്ക്. 8 കൊടുത്തു. അതിനൊരു 4px ഓപ്പാസിറ്റി കുറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ഫ്രെയിം ആക്കുകയാണ്.
അതേപോലെ ഇത് രണ്ടും ഞാൻ കറക്റ്റ് അലൈൻ ചെയ്തതിന് ശേഷം ഓക്കെ അതിന് രണ്ടിനും ഞാൻ ഒറ്റ ഫ്രെയിമാക്കി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫ്രെയിമുണ്ട്, ഇവിടെ ഒരു ഫ്രെയിമുണ്ട്. ഇനി നമുക്കൊരു ബട്ടൺ ആഡ് ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ആഡ് ചെയ്യാം. അപ്പം അത് ഞാൻ ഡീറ്റെയിൽസ് ഓക്കെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. 12px ആണ്. അത് നമുക്കൊരു 8px കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്. അതിനും ഞാനൊരു ഫ്രെയിം ആഡ് ചെയ്തു. ഓക്കെ, അപ്പം ഈ ഫ്രെയിമിന് നമ്മൾ ബട്ടൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടി ഞാൻ ഫിൽ കളർ കൊടുത്തു. ഒരു കളർ ഫില്ല് ചെയ്യാം. ഫിൽ കളർ ഒരു റാൻഡം കളർ ഫില്ല് ചെയ്യാണ്. ബ്ലൂയിഷ്. ഓക്കെ, ദിസ് ഈസ് ഫൈൻ. ഇനി നമ്മൾ ടെക്സ്റ്റിൻ്റെ കളർ വൈറ്റ് ആക്കി ഒരു ബോർഡർ റേഡിയസ് കൊടുക്കുകയാണ് ഫ്രെയിമിന്. ഒരു 4px ബോർഡർ റേഡിയസ്. അതിനുശേഷം പാഡിങ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. പാഡിങ് 10px ഉണ്ട്. നമുക്കൊരു 8px മതി, 8 മതി. ഇനി നിങ്ങൾക്ക് ഓരോ ഈക്വലായിട്ട് അല്ലെങ്കിൽ ഓരോ കോർണറിലും പാഡിങ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ഇതിൽ കണ്ടോ ഓരോ സൈഡിലെ പാഡിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 10 എന്നുള്ളത് ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും ഞാനൊരു 8 കൊടുക്കുകയാണ്. 8 സൈഡിൽ നിന്ന് 10 കൊടുത്തു. ഓക്കെ, ബട്ടൺ ഈസ് ഓക്കെ, ബട്ടൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതും ഫ്രെയിമാണ്, ഇതും ഫ്രെയിമാണ്, ഇതും ഫ്രെയിമാണ്. ഇതിൻ്റെ പാഡിങ് ഞാൻ 0 ആക്കി. ഓക്കെ, ഇതും 0 ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് 3 സെലക്ട് ചെയ്യാം. 3 ഞാനൊരു ഫ്രെയിമാക്കി. ഓക്കെ, 3 ഒരു ഫ്രെയിമാക്കി. അതിനുശേഷം നമുക്ക് ഇത് തമ്മിലുള്ള ഗ്യാപ്പാണ് ഇത് വരുന്നത്. അപ്പം അത് നമുക്ക് ഒഴിവാക്കാൻ ഇത് രണ്ടും ഗ്രൂപ്പ് ചെയ്യാം. അപ്പം നമ്മൾ ഫ്രെയിം ആക്കുന്നതിന് മുന്നേ ഓക്കെ ഇതും ഒരു ഫ്രെയിം ആക്കുക. ഷിഫ്റ്റ് A കൊടുക്കുക. അതിനുശേഷം ഇതിനെ മൊത്തത്തിൽ ഒറ്റ ഫ്രെയിം ആക്കുക. ഓക്കെ, ഫ്രെയിം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിമിന് നമ്മൾ ഫിൽ കളർ വൈറ്റ് കൊടുക്കുക. ഓക്കെ, അതിന് പാഡിങ് ഞാൻ 10px കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ ഒരു കാർഡ് റെഡി ആയിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഫ്രെയിം കാർഡ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം. ഇതിലും നമുക്ക് എന്താക്കാം, നമ്മളെ ഈ ഫ്രെയിം കറക്റ്റ് ഓക്കെ ഒരു 1px ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ തമ്മിലുള്ള ഗ്യാപ്പ് ഇത് കണ്ടില്ലേ, ഈ തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫ്രെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 26 ആണ്, അതൊരു 10px ആക്കി കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ഗ്യാപ്പ്, അതായത് ഈ ഒരു ഗ്യാപ്പാണ് അവിടെ 10px ആക്കി കുറക്കുന്നത്. ഓക്കെ, അതായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ എൻ്റയർ ഫ്രെയിം നമുക്ക് നേരത്തെ ചെയ്ത പോലെ പാക്കറ്റിന് പകരം സ്പേസ് ബിറ്റ്വീൻ കൊടുക്കുക. അതിനുശേഷം ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ഇതാവും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അപ്പം ഇതിൽ തന്നെ ഓരോ ഫ്രെയിമിനും നമുക്ക് ചെറിയ വേരിയേഷൻ വേണം വരുത്താം. ബാക്ക്ഗ്രൗണ്ട് കളറിൽ വേണം ഒപ്പാസിറ്റി ഒരു 40% കുറക്കാം. ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്കിത് ഓൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കണ്ടോ, റെസ്പോൺസീവ് ആയിട്ടാണ് ഇത് വർക്കാവുന്നത്. ഈ സെയിം കോൺസെപ്റ്റ് നമുക്ക് ഹൈറ്റിലും വർക്കാവും കണ്ടോ, ഹൈറ്റും അതേപോലെ വർക്കാവും. അപ്പം വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ലിസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ HTML ചെയ്യുന്ന അതേ ഒരു കോൺസെപ്റ്റിൽ ഇത് വർക്കാവും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഓക്കെ, ഇതിൽ തന്നെ ഇപ്പോൾ നമുക്ക് ബട്ടണിൽ തന്നെ ഇപ്പോൾ ഐക്കൺസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഐക്കൺ കൊണ്ടുപോയി ഇടുകയാണെങ്കിൽ അത് നമുക്ക് അതിനനുസരിച്ച് ഓട്ടോ ലേഔട്ട് ആവും. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഐക്കൺ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. ഞാൻ മെറ്റീരിയൽ ഐക്കൺ ആഡ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഐക്കൺ ആഡ് ചെയ്യുമ്പോൾ അത് അതിനനുസരിച്ച് ഓട്ടോ ലേഔട്ടാണ്. അപ്പോൾ നമ്മൾ ഐക്കൺ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കണ്ടോ, അത് പെർഫെക്റ്റ് ആയിട്ട് ഓട്ടോ ലേഔട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്കിതിനെ ഇപ്പുറത്തേക്ക് ആഡ് ചെയ്തു. അപ്പം ഇതിൻ്റെ സൈസ് നമ്മൾ ചെറുതാക്കുന്നതിനനുസരിച്ച് കണ്ടോ ഓട്ടോ ലേഔട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവും. അപ്പോൾ ഇത് 8px ഗ്യാപ്പിലാണ് പോകുന്നത്. അപ്പം ഇത് കറക്റ്റ് വെർട്ടിക്കലി അലൈൻ സെൻറ്ററൊക്കെ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓപ്ഷൻസ് ഉണ്ട്. അതായത്
നമ്മൾ ഫ്രെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സാധനം കാണാം. നമ്മൾ പാഡിങ് കൊടുത്ത് ഇതിപ്പം റൈറ്റ് കോർണറിലാണ് നിൽക്കുന്നത്. അത് സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കലി സെൻറ്റർ ആവാൻ പറ്റും. അതുപോലെ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് കുറയ്ക്കാനും ഇവിടെ ഉണ്ട്. ഒരു 5 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാപ്പ് കുറക്കാം. അതുപോലെ ഇതിൻ്റെ സൈസ് നമ്മൾ ചെറുതാക്കുന്നതിനും വലുതാക്കുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് ഓട്ടോ ലേഔട്ടാണ് കണ്ടോ. അപ്പോൾ നമുക്ക് 8px തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൈറ്റും വിഡ്ത്തും 8 അതായത് ഫോണ്ട് സൈസിൻ്റെ എക്സാക്റ്റ് സെയിം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഐക്കണ് നല്ല ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിൻ്റെ ഗ്യാപ്പ് വേണമെങ്കിൽ കുറക്കാം. ഫ്രെയിം സെലക്ട് ചെയ്യുക, ഫ്രെയിമിൽ ഇത് 0 ആക്കുക, ആണെങ്കിൽ ഒരു 3px കൊടുക്കാം മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ബട്ടൺ എന്താക്കാം, ചെറുതാക്കാം, വലുതാക്കാം. ഇനി ഇതിൽ ടെക്സ്റ്റ് വലിയതാവുകയാണെങ്കിലും മോർ ഡീറ്റെയിൽ എന്ന് വരികയാണെങ്കിലും ബട്ടണ് ഓട്ടോ ലേഔട്ടാണ്, അതായത് ഓട്ടോമാറ്റിക്കലി ലേഔട്ട് അതായത് ഫ്ലെക്സിബിൾ ആയിരിക്കും. അത് നമ്മൾ കണ്ടൻറ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഇൻക്രീസ് ആവും. അപ്പോൾ നമുക്ക് ഇമേജസ് ചേഞ്ച് ചെയ്യാം. അതുപോലെ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റ്. സോ നമ്മൾ എന്താ പറയുക, നമ്മൾ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടോ ബട്ടണൊക്കെ കറക്റ്റ് ലെഫ്റ്റ് റൈറ്റ് അലൈന് കറക്റ്റ് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇൻക്രീസ് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് സ്പേസിങ് ഒക്കെ ഈക്വലായിട്ട് വരും. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഇവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ സ്പേസിങ് കണ്ടോ, അതായത് ഈ നമ്മൾ ആ ഒരു വെർട്ടിക്കലി അലൈൻമെൻറ്റ് കൊടുക്കാത്ത ഇത് ടോപ്പ് അലൈൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ സെൻറ്റർ അലൈൻ ആണെങ്കിൽ കണ്ടോ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ഫ്രെയിമിനെ മൊത്തം നമ്മൾ സെലക്ട് ചെയ്തിട്ട് സെൻറ്റർ അലൈൻ കൊടുക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് മൊത്തം സെലക്ട് ചെയ്യാം ഫ്രെയിം, അതിനുശേഷം സെൻറ്റർ അലൈൻ കൊടുക്കുക. അപ്പോൾ ഒക്കെ സെൻറ്റർ അലൈനാണ്. അപ്പം ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൂടി നമുക്ക് എന്താക്കാൻ പറ്റും, അത് അതിനനുസരിച്ച് സെൻറ്ററായിട്ട് ഉണ്ടാവും, സെൻറ്ററായിട്ട് അലൈൻ ആവും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോ ലേഔട്ട് ഫിഗ്മയിൽ ചെയ്യും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഓട്ടോ ലേഔട്ട് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ളതും നമുക്ക് ഡിഫറെൻറ്റ് കേസസിൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് തന്നെ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ. അപ്പം അടുത്തൊരു നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. സീ ബൈ.